ായിരുന്നു. മറ്റൊരു ചെറിയ ബസ്സിൽ യാത്രക്കാർ നിറഞ്ഞതിനെ തുടർന്ന് വലിയ ബസ്സിലേക്ക് യാത്രക്കാരെ മാറ്റുകയായിരുന്നു. അക്കാലത്ത് ടിന്നുകളിൽ കൊണ്ടുവന്നാണ് ബസ്സിലെ ടാങ്കുകളിൽ ഇന്ധനം നിറച്ചിരുന്നത്. ഇന്ധനം നിറയ്ക്കുന്ന സമയത്ത് ആരും ബീഡി കത്തിക്കരുതെന്ന് ജീവനക്കാർ വിളിച്ചു പറയും. അന്നും പറഞ്ഞു. പക്ഷേ ഒരു മദ്യപൻ അത് വകവെച്ചില്ല. അയാൾ അപ്പോൾ തന്നെ തീപ്പെട്ടി ഉരച്ചു. നിമിഷ നേരം കൊണ്ട് തന്നെ ബസ് ഭയാനകമായ ശബ്ദത്തോടെ ആളിക്കത്തി. പിഞ്ചു കുഞ്ഞുങ്ങളും നവദമ്പതികളുമടക്കം ഒട്ടേറെ ആളുകൾ വെന്തു മരിച്ചു. ഒരാൾ 10-12 പേരെ വലിച്ചിറക്കി രക്ഷപ്പെടുത്തി. ഒരു സ്ത്രീയെയും കുട്ടിയെയും രക്ഷപ്പെടുത്താൻ വീണ്ടും ബസ്സിൽ കയറാൻ നോക്കിയെങ്കിലും ചവിട്ടുപടിയിൽ മരിച്ചു വീണു. അമ്മയുടെ മാറോട് ചേർന്ന് കത്തിക്കരിഞ്ഞിരിക്കുന്ന കുഞ്ഞിനോടൊപ്പമുള്ള കാഴ്ചകൾ ആരുടെയും നെഞ്ചു തകർക്കുന്നതായിരുന്നു. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവരിൽ 3 വൈദികരുമുണ്ടായിരുന്നു. അന്ന് തിരുവിതാംകൂർ മന്ത്രിയായിരുന്ന ടി.എം. വർഗീസ് അപകടസ്ഥലം സന്ദർശിച്ചിരുന്നു. അതിനെ തുടർന്നാണ് പുകവലി പാടില്ല എന്ന അറിയിപ്പ് ബസ്സുകളിൽ പ്രത്യക്ഷപ്പെടുന്നത്.